കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ പാർട്ടിയും കമ്പനിയും തമ്മിൽ ഇടപാട് നടന്നു വന്നാണോ അതോ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞ ഇടപാട് അങ്ങനെയാണോ? അത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ്. ഈ കവിത കേരളത്തിൽ വന്നപ്പോൾ എക്സൈസ് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കവിത എവിടെയാണ് താമസം നിങ്ങൾ അന്വേഷിക്കും. ഞാൻ പറയാനുള്ള ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം സ്ഥലം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ്. എല്ലാം കഴിഞ്ഞു, ഇനി അവസാനം BRS നേതാവ്, തെലങ്കാനയിലെ BRS നേതാവ് കെ കവിതയിൽ പിടിക്കാം, അതാണ് അവസാനത്തെ രക്ഷ എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത്. കെജ്രിവാളിന്റെ ഇതേ കേസിൽ എന്ന് വെച്ചാൽ കെ കവിത ജയിലിൽ കിടന്ന കേസുണ്ട്. അത് മദ്യ അഴിമതി കേസ്, ദില്ലി സർക്കാരിന്റെ മദ്യ അഴിമതി കേസാണ്. അതിൽ കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരുന്നു. അപ്പോൾ വലിയ പ്രതിഷേധമുയർന്നു ദില്ലിയിൽ. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് നേതാക്കൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന്, അതിൽ കള്ളത്തരമുണ്ട് എന്ന്, അത് കെജ്രിവാളിനെ കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ കേസാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത് തകിടം മറിയുകയാണ്. കേരളത്തിലെത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കെ കവിത ദില്ലി മദ്യനയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കേണ്ടി വന്ന ആളാണ്. അവർ കേരളത്തിലേക്ക് വന്നിരുന്നു. കേരളത്തിൽ വന്ന് മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനിക്ക് സ്പിരിറ്റ് നിർമ്മാണശാല നിർമ്മിക്കാൻ അനുമതി നൽകിയത് എന്ന ആരോപണത്തിലാണ് അവസാനം വന്നു നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുൻ പ്രതിപക്ഷ നേതാവ് പക്ഷേ അതേക്കുറിച്ച് ഇന്ന് പറഞ്ഞില്ല. വാർത്താ സമ്മേളനത്തിൽ അതേക്കുറിച്ച് ഒരക്ഷരം പോലും മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. മുൻ പ്രതിപക്ഷ നേതാവാണ് ആദ്യം ഈ പ്രശ്നം കേരളീയ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് ഏറ്റെടുത്തത്. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന മത്സരം അവർ തമ്മിലുണ്ട്, അത് നടക്കട്ടെ. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് ആദ്യം ഉന്നയിച്ചതും പിന്നീട് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തതുമായ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവാണ് കെ കവിതയെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് ഒരക്ഷരം പറയുകയും ചെയ്തില്ല. കാതലായ പ്രശ്നം അതല്ല, ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും മാറി 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 വരികയാണ്. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായി പഠിച്ച് സ്റ്റഡി ചെയ്ത് അതിൽ എന്തൊക്കെയുണ്ട് പോരായ്മകൾ എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കണ്ടേ? അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. ആദ്യം പറഞ്ഞു ടെൻഡർ പോയി, പിന്നെ പറഞ്ഞു അഴിമതി പോയി, പിന്നെ പറഞ്ഞു കുടിവെള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം LDFിലെ ഘടകകക്ഷികൾ ചില ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. അവരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അവരെ ആദ്യം ബോധ്യപ്പെടുത്തൂ, അത് കഴിഞ്ഞ ശേഷം ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് കുടിവെള്ള പ്രശ്നത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. LDF ഘടകകക്ഷികളെ കഴിഞ്ഞ ദിവസം MP രാജേഷ് പറഞ്ഞതുപോലെ അവരെയും കൂടി ബോധ്യപ്പെടുത്തും. ഈ കണക്കുകൾ അവരോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടാൽ അതിന്റെ കാറ്റും പോകും. ഇപ്പോൾ ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന ചോദ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും. അത് ഘടകകക്ഷി നേതാക്കൾ അവരുടെ അഭിപ്രായം മാറ്റിയാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അതിനിടെയാണ് വരൂ 17-ാം തീയതി പാലക്കാടേക്ക് നമുക്ക് അവിടുത്തെ മഴവെള്ള സംഭരണികൾ കാണാമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത്. വരാൻ തയ്യാറാണോ എന്ന് മന്ത്രി MP രാജേഷ്. എന്നാൽ അതേക്കുറിച്ച് ഒരു മറുപടിയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമില്ല. മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചിട്ടുമില്ല. കാരണം മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെയോ കോൺഗ്രസിനെയോ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു ചോദ്യവും ചോദിക്കില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ ഡെസ്കിൽ നിന്ന് മാനേജ്മെന്റ് ഇടപെട്ട് കളയും എന്ന് ഭയമുണ്ട്. കാരണം UDFന് അനുകൂലമായ വാർത്തകൾ വരണം, അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് MP രാജേഷ് പറഞ്ഞു, പരസ്യമായി ചോദിച്ചു വരാൻ തയ്യാറുണ്ടോ? ആ ചോദ്യം ചോദിക്കണ്ടേ മാധ്യമപ്രവർത്തകർ? ഇങ്ങനെ MP രാജേഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, 17-ന് ഇലപ്പുള്ളി പഞ്ചായത്തിലെ വാട്ടർ സംഭരണി, അഖില കോംപ്ലക്സിന്റെ വാട്ടർ സംഭരണി കാണാൻ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കണ്ടേ? അതിന് അദ്ദേഹം മറുപടി പറയുമല്ലോ. അത് ചോദിച്ചില്ല. ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും പ്രതിപക്ഷ നേതാവിന് എന്നതുകൊണ്ട് തന്നെ അതോടുകൂടി കുടിവെള്ള പ്രശ്നവും തീരും. പക്ഷേ എല്ലാം പൊളിയും ഒന്നൊന്നായി എന്ന് ബോധ്യമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവസാനം കയറി പിടിച്ചിരിക്കുകയാണ് കെ കവിതയിൽ. അതിനും വലിയ ആയുസ്സുണ്ടാകില്ല എന്ന് അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മനസ്സിലാക്കും.